നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അഹങ്കാരം അഥവാ വാനിറ്റി എന്താണെന്ന് ചിന്തിക്കാം. അഹങ്കാരം എന്നത് ഒരാളുടെ സ്വന്തം സൗന്ദര്യത്തിലും കഴിവുകളിലും ധനത്തിലും സ്ഥാനത്തിലും അമിത അഭിമാനവും സ്വയം പ്രദർശനവും കാണിക്കുന്ന മനോഭാവമാണ്. അഹങ്കാരം ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് കരുതുന്ന ഒരു മനോഭാവം കൂടിയാണ്. പ്രത്യേകിച്ച് ശാരീരിക സൗന്ദര്യത്തിലും പുറമേയുള്ള കാര്യങ്ങളിലും അമിതമായി അഭിമാനിക്കുന്ന ഒരവസ്ഥയാണ്. വ്യക്തിപരമായി ഒരാൾക്ക് നല്ല സൗന്ദര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ച് മറ്റുള്ളവരെ താഴ്ത്തുന്ന സ്വഭാവം കാണാവുന്നതാണ്. ധനം, വിദ്യാഭ്യാസം, സ്ഥാനം മുതലായവയെ അഭിമാനത്തോടെ പ്രദർശിപ്പിക്കുന്നു. സമൂഹത്തിൽ ഒരാൾ വലിയവനാണെന്ന് കരുതി മറ്റുള്ളവരെ അവഗണിച്ചു പെരുമാറുന്നു. ചെറിയ നേട്ടങ്ങളും അതിക്രമിച്ച് പൊങ്ങച്ചത്തോടെ പ്രചരിപ്പിക്കുക. ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ചെറിയ തോതിൽ ഗർവം സഹായകരമാണ്. എന്നാൽ സ്വന്തം കഴിവ് തിരിച്ചറിയാനും കൂടി അതിനെ സഹായിക്കണം. അഹങ്കാരമുള്ള വ്യക്തി മറ്റുള്ളവരെ അവഗണിക്കുന്നു, മറ്റുള്ളവരെ ചെറുതാക്കി കാണുന്നു. അവരുടെ ബന്ധങ്ങൾ തകരുന്നു, സൗഹൃദവും കുടുംബബന്ധവും ദുർബലമാകുന്നു. തൻ്റെ പ്രശംസ മാത്രം ആഗ്രഹിക്കുന്നതിനാൽ വിമർശനം കേൾക്കാൻ കഴിയാത്ത അവസ്ഥയും വരുന്നു. അതിൽ കൂടി സന്തോഷക്കുറവും അനുഭവിക്കുന്നു. എന്നാൽ ഞാൻ എല്ലാത്തിനും മതിയായവനെന്ന ധാരണയിൽ മുന്നോട്ടു പോകുവാൻ താല്പര്യമുള്ളതുകൊണ്ട് സ്വയം വികസനം തടസ്സപ്പെടുകയും കുറയുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ അഹങ്കാരം എന്നത് ഒരാളുടെ പുറമേ ഉള്ള പ്രത്യേകതകളിൽ അമിതമായ അഭിമാനവും പ്രദർശനവുമാണ്. ഇത് സ്വയം വികസനത്തിനും ബന്ധങ്ങൾക്കും അപകടകരമാണ്. എന്നാൽ ആത്മവിശ്വാസവും വിനയവും ഒന്നിച്ചാകുമ്പോൾ മാത്രം അത് ആരോഗ്യകരമായി തീരും. അഹങ്കാരമുള്ള ആളുകളുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സ്വയം അധികം പ്രസംഗിക്കുക, എല്ലായിടത്തും ഞാൻ എത്ര മികച്ചവൻ എന്ന് പറയുക, ചെറിയ നേട്ടങ്ങൾ പോലും വലുതായി പ്രചരിപ്പിക്കുക. ഇവയൊക്കെയാണ് ഇവിടെ ഉള്ള ഈ അഹങ്കാരം എന്ന സ്വഭാവത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. പ്രത്യക്ഷത്തിൽ മറ്റുള്ളവരെ അവഗണിക്കൽ അവർ തുടരുന്നു. ആരും എനിക്ക് തുല്യൻ അല്ല എന്ന രീതിയിൽ പെരുമാറുന്നു. മറ്റുള്ളവരുടെ കഴിവുകളും സംഭാവനകളും ചെറുതായി കാണുന്നു. പുറമേയുള്ള കാര്യങ്ങളിൽ അമിത ശ്രദ്ധ ചെലുത്തുന്നു. സൗന്ദര്യം, വസ്ത്രം, ആഡംബരം, സ്ഥാനം എന്നിവയിൽ മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. എനിക്ക് മറ്റുള്ളവരെക്കാൾ ഭംഗിയുണ്ടെന്നുള്ള ധാരണ പുലർത്തുകയും ചെയ്യുന്നു. വിമർശനം സഹിക്കാത്ത സ്വഭാവം കാണിക്കും. ആരെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഉടൻ പ്രതികരിക്കുകയും ചെയ്യുന്നു. എന്നെ ആരും വിമർശിക്കരുത് എന്ന മനോഭാവമായിരിക്കും അവരുടേത്. അവർ പ്രശംസ മാത്രം ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ തൻ്റെ നേട്ടത്തിൽ കൈയടിക്കുമ്പോൾ സന്തോഷവും വിമർശനം കേൾക്കുമ്പോൾ കോപവും കാണിക്കുന്നു. താൻ നേടിയ വിജയം സ്വന്തം കഴിവുകൊണ്ട് മാത്രമാണെന്ന് അവർ കരുതുന്നു. വിനയക്കുറവ് അവരുടെ കൂടപ്പിറപ്പ് പോലെ തോന്നും. സ്വന്തമായ നേട്ടങ്ങൾക്ക് പിന്നിൽ മറ്റുള്ളവരുടെ സഹായമുണ്ടെന്ന് സമ്മതിക്കാതിരിക്കുക അവരുടെ ഒരു രീതിയായിരിക്കും. മറ്റുള്ളവരുടെ സംഭാവനകളെ തീർത്തും അവഗണിക്കും. സ്വയം കേന്ദ്രീകൃത ചിന്തകൾ ആയിരിക്കും അവരുടേത്. എൻ്റെ ആവശ്യങ്ങളും ചിന്തകളും മാത്രമേ എനിക്ക് പ്രാധാന്യമുള്ളൂ എന്ന ധാരണ വെച്ച് പുലർത്തുന്നു. അഹങ്കാരമുള്ളവർ സ്വന്തം മഹത്വം ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവരുടെ വില കുറച്ച് പ്രശംസ മാത്രം തേടുന്നവരാണ്. ഇത് വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും നെഗറ്റീവ് സ്വാധീനം ചെലുത്തുന്നു. അഹങ്കാരം കുറിച്ച് വിനയം വളർത്തുവാനുള്ള പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വന്തം പരിമിതികൾ തിരിച്ചറിയുക. നമ്മളെല്ലാത്തിലും പരിപൂർണരല്ലെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സാധ്യതയും അംഗീകരിക്കുക. കൃതജ്ഞത അഭ്യസിക്കുക. ലഭിച്ച നേട്ടങ്ങൾക്ക് പിന്നിൽ കുടുംബം, സുഹൃത്തുക്കൾ, അധ്യാപകർ, സമൂഹം എന്നിവരുടെ പങ്ക് ഓർത്തു നോക്കുക. ദിവസവും ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്ന ശീലം വളർത്തുക. വിമർശനം സ്വീകരിക്കുക. വിമർശനത്തെ വ്യക്തിത്വത്തിന് നേരെയുള്ള ആക്രമണമെന്നല്ല, മെച്ചപ്പെടുത്താനുള്ള അവസരമായി കാണുക. ഞാൻ തെറ്റായേക്കാം എന്ന് കരുതുന്ന മനസ്സ് നിലനിർത്തുക. മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുക. എനിക്ക് കഴിയാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരെ തുറന്ന മനസ്സോടെ പ്രശംസിക്കുക. സേവന മനോഭാവം വളർത്തുക. സമൂഹത്തിനും ആവശ്യമുള്ളവർക്കും സഹായം നൽകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക. സമൂഹത്തിലെ ഉയർച്ച എൻ്റെ മഹത്വം മാത്രമല്ല, എൻ്റെ സംഭാവന കൂടി ഉണ്ടായിരിക്കാം എന്ന് മാത്രം ചിന്തിക്കുക. സ്വയം പരിശോധന നടത്താനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. ദിവസാന്ത്യം ഇന്ന് എൻ്റെ പെരുമാറ്റത്തിൽ എത്ര വിനയം ഉണ്ടായിരുന്നു എന്ന് സ്വയം ചോദിക്കുക. എൻ്റെ പ്രവർത്തനം മറ്റുള്ളവരെ വേദനിപ്പിച്ചോ എന്നും തിരിച്ചറിയുക. ആത്മീയ തത്വചിന്താ ഗ്രന്ഥങ്ങൾ വായിക്കുക. ഗീത, ബൈബിൾ, ബുദ്ധചിന്തകൾ, ഉപനിഷത്തുകൾ പോലെയുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾ വിനയം പഠിപ്പിക്കുന്നു. വലിയവരും
ജ്ഞാനികളും വിനയം പുലർത്തുന്നിരുന്ന ഉദാഹരണങ്ങളും അതിൽ കാണാവുന്നതാണ്. അഹങ്കാരം കുറയ്ക്കാൻ ഏറ്റവും നല്ല മരുന്ന് കൃതജ്ഞതയും വിനയവും സേവനാ മനോഭാവവും ആണ്. ഇവ വളർത്തുമ്പോൾ ബന്ധങ്ങളും ജീവിത സന്തോഷവും കൂടുതൽ ഉയരും. അഹങ്കാരം കാരണം ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? കുടുംബത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലും ഞാനാണ് ശരിയെന്ന നിലപാട് സ്വീകരിക്കുന്നത് വലിയ ദൂരം സൃഷ്ടിക്കുകയും ബന്ധത്തകർച്ച ഉണ്ടാക്കുകയും ചെയ്യുന്നു. അഹങ്കാരം കൊണ്ട് സംഭാഷണം പിളരുകയും മനസ്സിലാക്കൽ കുറയുകയും ചെയ്യും. അഹങ്കാരിയായ ആളുകൾക്ക് ചുറ്റുമുള്ളവർ പതിയെ അവരുടെ അടുത്തു നിന്ന് മാറി നിൽക്കും. ആരും അടുത്തു വരാൻ ആഗ്രഹിക്കാത്ത അവസ്ഥയിൽ വരികയും ഒറ്റപ്പെട്ട ജീവിതം ആയി തീരുകയും ചെയ്യും. വിനയമില്ലാതെ ടീം വർക്ക് നടക്കില്ല. എനിക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് കരുതുന്നത് വളർച്ച തടയും. അവസാനം വലിയ അവസരങ്ങൾ അവർക്ക് നഷ്ടമാകും. എല്ലായ്പ്പോഴും എനിക്ക് മുന്നിലെ സ്ഥാനമാണ് വേണ്ടത് എന്ന ആവേശം മനസ്സിലെ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ചെറുതും വലുതുമായ കാര്യങ്ങൾ കൊണ്ട് കോപം, നിരാശ, അസൂയ എന്നിവ ഉണ്ടാകും. എനിക്കെല്ലാം അറിയാം എന്ന് കരുതുന്നവർ പുതിയത് പഠിക്കാറില്ല. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ അവർ പിന്നിലായി തീരും. ആദ്യം ആളുകൾ ഇങ്ങനെയുള്ളവരെ ഭയപ്പെടാം, പക്ഷേ പിന്നീട് അവരെ അവഗണിക്കും. അവർക്ക് നമ്മളെ സഹിക്കാനാവില്ല എന്ന് പറഞ്ഞ് സമൂഹം അവരെ മാറ്റി നിർത്തും. അവരുടെ സാമൂഹിക പ്രതിച്ഛായ നഷ്ടപ്പെടും. വിനയമാണ് ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനം. അഹങ്കാരമുള്ളവർക്ക് ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ തിരിച്ചറിയാൻ ആകില്ല. ചരിത്രത്തിലും അഹങ്കാരം കൊണ്ട് വീണുപോയ പല ഉദാഹരണങ്ങളും കാണാം. ഹിറ്റ്ലർ തൻ്റെ ജാതിയാണ് ഏറ്റവും ഉന്നതമെന്ന് കരുതി ലോകത്തെ കീഴടക്കാൻ പരിശ്രമിച്ചു. അതിരുവിട്ട അഹങ്കാരവും ലോകമഹായുദ്ധം, കോടിക്കണക്കിന് മരണങ്ങൾ ഇവയെല്ലാം ഉണ്ടാക്കി അവസാനം ഒറ്റപ്പെട്ടും നിരാശയിലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ റോമൻ ചക്രവർത്തി തൻ്റെ ശക്തിയിൽ അമിതമായി വിശ്വസിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിയാണ്. ജനങ്ങളോടുള്ള ക്രൂരതയും നഗരത്തിന് തീവച്ചതുമൊക്കെ ജനകീയ വിപ്ലവം നടത്തി അവസാനം സ്വന്തം സാമ്രാജ്യം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ അഹങ്കാരം കൊണ്ട് ബന്ധങ്ങൾ തകർന്നും അവസരങ്ങൾ നഷ്ടപ്പെട്ടും ഒടുവിൽ ഒറ്റപ്പെട്ടും അസന്തോഷകരമായ ജീവിതം ആയിരിക്കും അവരുടേത്. വിനയം മാത്രമേ ആ ദുരന്തങ്ങൾക്ക് അവസാനമായി ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ധാരാളം ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അഹങ്കാരം എന്നത് എന്താണെന്നും അതിൻ്റെ ഫലങ്ങൾ ജീവിതത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നും പലരുടെയും ജീവിതങ്ങളിൽ കൂടി എനിക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.